ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അതിൻ്റെ മേളിൽ നിന്ന് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടുള്ള ആ പണി തീയുടെ മുമ്പിൽ ശോധന ചെയ്യുമ്പോൾ അത് നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ചിലത് വെന്തുപോകുന്നു, ചിലത് നിലനിൽക്കുന്നു. കഴിഞ്ഞ 8-ാം തീയതി ബുധനാഴ്ച ഞാൻ ഇസ്രയേൽ ഒന്നായിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച്, ശലോമോൻ്റെ, ദാവീദിൻ്റെ, ശൗലിൻ്റെ ഒക്കെ ആ കാലഘട്ടം ഓർമ്മിപ്പിക്കുവാനിടയായി. ശൗൽ, ദാവീദ്, ശലോമോൻ. എന്നാൽ ശലോമോൻ്റെ ആ കാലഘട്ടത്തിന് ശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അഥവാ ഇസ്രയേൽ 10 ഗോത്രങ്ങൾ, അതിൻ്റെ തലസ്ഥാനങ്ങൾ ആയിട്ട് ആദ്യം ശേഖേം, പിന്നീട് തിർസ, അതിനുശേഷം ശമരിയ നമുക്ക് കാണുവാൻ കഴിയും. 2 ഗോത്രങ്ങൾ അടങ്ങിയ യഹൂദ ഗോത്രത്തിൻ്റെ തലസ്ഥാനം യെരുശലേം ആയിട്ടും ഭരണം പോകുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ശലോമോൻ്റെ മകൻ രഹബയാം യഹൂദ ഗോത്രത്തിനും, അതേപോലെ വടക്കേ രാജ്യമായ ഇസ്രയേലിന് ശലോമോൻ്റെ ദാസൻ യൊരോബയാമിൻ്റെ നേതൃത്വത്തിലും അവിടെ ഭരണം പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഏതാണ്ട് 39 രാജാക്കന്മാരിൽ ഇസ്രയേലിൽ 19 പേരും യഹോവയ്ക്ക് അനിഷ്ടമായത് പ്രവർത്തിച്ചു. എന്നാൽ യഹൂദയിൽ ചിലരൊക്കെ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തു. എന്നാൽ പിന്നത്തേതിൽ യഹൂദയും വളരെ വിഗ്രഹാരാധനയിലേക്കും വഷളത്വത്തിലേക്കും കടന്നു പോകുന്ന ചരിത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിൽ വളരെ പ്രധാനിയായ രാജാവായിരുന്നു യഹൂദയിൽ ഹിസ്കിയാവ്. താൻ അനേക നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിലും 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിലും നാം കാണുമ്പോൾ ഹിസ്കിയാവ് തൻ്റെ ആയുസ്സിനോട് നീട്ടിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നതും ഏതാണ്ട് 15 സംവത്സരം നീട്ടി ലഭിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. ഒരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത്, ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നാം പിടിച്ചു മേടിക്കുന്നത് പലതും പിന്നത്തേതിൽ ദൈവനാമം മഹത്വപ്പെടുകയല്ല, ദൈവനാമം ദുഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഹിസ്കിയാവ് ദൈവാലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർക്കുകയും ദൈവാലയം വെടിപ്പാക്കി വിശുദ്ധീകരിക്കുകയും ചെയ്തു. രാജ്യത്തിലെ വിഗ്രഹാരാധനാ ക്ഷേത്രങ്ങളെയും പൂജാഗിരികളെയും താൻ നശിപ്പിച്ചു. മോശയുടെ കാലത്തുണ്ടായിരുന്ന പിച്ചള സർപ്പത്തെ തകർത്തു കളയുവാനിടയായി. ആരാധനയും യാഗങ്ങളും ന്യായപ്രമാണ പ്രകാരം അദ്ദേഹം പുനഃസ്ഥാപിച്ചു. അതിനുശേഷം യഹൂദയും ഇസ്രയേലും ചേർന്ന് പെസഹ ആചരിച്ചു. അത് യെരുശലേമിൽ വലിയ സന്തോഷത്തിന് കാരണമായി. ശലോമോന്റെ കാലം മുതൽ ഇതുപോലെ യെരുശലേമിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു വലിയ ശുദ്ധീകരണം താൻ നടത്തുന്നതാണ് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നഷ്ടപ്പെട്ടു പോയ പല പട്ടണങ്ങളും ഹിസ്കിയാവ് പിടിച്ചു, രാജ്യം വിസ്തൃതമാക്കി, അശൂരിന്റെ ആക്രമണങ്ങളെ ചെറുത്ത് താൻ തോൽപ്പിച്ചു, ശരിയായ സാമ്പത്തിക സ്ഥിരത കൈവരിച്ചു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേശീയ സുരക്ഷിതത്വത്തിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് ആ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതേപോലെ 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിലുമൊക്കെ നമുക്ക് വിസ്താരമായി കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അശൂർ രാജാവ് ഹിസ്കിയാവിന് മറ്റ് ശത്രുക്കൾക്കുമെതിരെ ശക്തിയായ ആക്രമണം നടത്തുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അശൂർ രാജാവായ സൻഹേരീബ് ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിക്കുന്നതായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-14 കാണാം. ഈ ഭാരിച്ച കഫം കൊടുക്കുന്നതിന് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളിയൊക്കെയും എടുത്തതിനു പുറമെ ദൈവാലയത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്തു. ഏറെ താമസിയാതെ
യെരുശലേമിനെ നശിപ്പിക്കുവാൻ തന്നെ സൻഹരീബ് തീരുമാനിക്കുകയാണ്. ഹിസ്കിയാ രാജാവ് യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചു. രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊല്ലുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. സൻഹേരീബ് മടങ്ങിപ്പോയി. പിന്നത്തേതിൽ അവനെ പുത്രന്മാർ കൊന്നു. എത്ര ശക്തിയോടെ ആക്രമിച്ചിട്ടും യെരുശലേം പിടിച്ചടക്കുവാനായിട്ട് അശൂരിന് കഴിഞ്ഞില്ല. പിന്നെയും നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഹിസ്കിയാവ് ഏതാണ്ട് താന് ആ യഹൂദയില് BC 715 29 വർഷക്കാലം നല്ലൊരു ഭരണം നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പിന്നെ തനിക്ക് ശേഷം തൻ്റെ മകൻ മനശ്ശ അധികാരത്തിൽ വരുവാനായിട്ട് ഇടയായി തീർന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. BC 697 യഹൂദയില് മനശ്ശ താന് ആ ഭരണം ഏറ്റെടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഭരിച്ച രാജാവാണ് മനശ്ശ. 55 വർഷക്കാലം അവൻ യഹൂദയില് ഭരണം നടത്തുവാനായിട്ട് ഇടയായി തീർന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. മനശ്ശ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മറവി ഉണ്ടാക്കുന്നവനെന്നാണ്. യഹൂദയിലെ 14ാമത്തെ രാജാവായിട്ട് അവൻ വാഴ്ച ആരംഭിച്ചു. പിതാവിന്റെ മരണത്തിന് 12 വർഷം മുമ്പാണ് മനശ്ശ ജനിച്ചത്. യഹൂദയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വർഷം ഭരണം നടത്തിയത് മനശ്ശയാണ്. പിതാവിന്റെ കാലത്ത് തന്നെ മനശ്ശ ആ സഹരാജാവായി ഭരണം നടത്തുന്നത് കാണാം. 12ാമത്തെ വയസ്സിൽ മനശ്ശ രാജാവായി. മതപരമായ പിന്മാറ്റത്തിന്റെ കാലമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. അന്യദേശങ്ങളിലെ അന്ധവിശ്വാസങ്ങൾ സ്വന്തം രാജ്യത്തിൽ സ്വീകരിച്ചു. മനശ്ശ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണല്ലോ. പൂജാഗിരികളെ വീണ്ടും അവൻ പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. അശേര പ്രതിഷ്ഠിച്ചു. ദൈവാലയത്തിലെ 2 പ്രാകാരങ്ങളിലും ആകാശ സൈന്യത്തിന് ബലിപീഠങ്ങൾ അവൻ പണിയിപ്പിച്ചു. മനശ്ശയെ ശാസിച്ച പ്രവാചകന്മാരെ അവൻ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. ഋബിമാരുടെ പാരമ്പര്യം അനുസരിച്ച് യേശയ്യാ പ്രവാചകൻ മനശ്ശയുടെ കൽപ്പനയാൽ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്നതാണ്. യേശയ്യാവിന്റെ മരണശേഷം യോശിയ രാജാവിന്റെ കാലം വരെ പ്രവാചക ശബ്ദം കേട്ടതേയില്ല. മനശ്ശയുടെ പാപങ്ങൾക്ക് പ്രത്യാഘാതമുണ്ടായി. അശൂർ സൈന്യം വന്ന് മനശ്ശയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോകുന്നത് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 33:11 നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നത്തേതില് അവന് അനുതപിച്ച് മടങ്ങി വരുന്നുണ്ട്. എങ്കിലും അവനെ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കം ചെയ്യുവാൻ ഇടയാകാതെ മറ്റൊരു തോട്ടത്തിൽ അവനെ അടക്കം ചെയ്യുകയാണ്. അടക്കം എങ്ങനെയെന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമുക്കറിയാം ധനവാന്റെയും ലാസറിന്റെയും ഒക്കെ ചരിത്രവും അതേപോലെ അപ്പസ്തോലന്മാർ രക്തസാക്ഷികളായി തീർന്ന അനുഭവങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് വലിയ അടക്കത്തിന്റെ വലിയ പ്രസക്തിയൊന്നും ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല. എന്തിന് ഞാൻ ഈ ദൂത് ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കറിയാം ആ യഹൂദയിൽ ഏറ്റവും നല്ല ഒരു ഭരണം നടത്തിയ രാജാവാണ് ഹിസ്കിയാവ്. എന്നാൽ അവന്റെ ആ കാലഘട്ടത്തിന് ശേഷം അവന്റെ പുത്രൻ മനശ്ശ രംഗപ്രവേശനം ചെയ്തതും അവിടെ നടന്നതായ കാര്യങ്ങളും ആണല്ലോ നമുക്കിവിടെ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അതെ, ഈ 2 പേരുടെയും ഒരു അനുഭവത്തിലാണ് എനിക്ക് ഒരാളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കേരളക്കര അല്ല, ഇന്ത്യ അല്ല, ലോകം മുഴുവനും ആദരിച്ച ഒരു ബഹുമാന്യനായ ഒരു കർത്തൃദാസനായിരുന്നു KP യോഹന്നാൻ എന്ന ആ ദൈവദാസൻ. അദ്ദേഹം ഓരോ ദിവസവും റേഡിയോ പ്രഭാഷണം ചെയ്തിരുന്നു. ആത്മീയ യാത്ര എന്ന ആ വലിയ സന്ദേശം ഇതെല്ലാം അനേകരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുവാൻ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും പ്രവർത്തിച്ച, അല്ലെങ്കിൽ ലോകത്ത് ഇത്രയും വലിയ പ്രവർത്തനം നടത്തി ആത്മാക്കളെ നേടിയ ഒരു ദൈവദാസനുണ്ടോ എന്നുള്ളത് സംശയമാണ്. അദ്ദേഹം വളരെ എളിയ നിലയിൽ തിരുവല്ലായുടെ പ്രദേശത്ത് ഒരു BSA സൈക്കിളിലൂടെ നടന്ന് ട്രാക്ട് വിതരണം നടത്തിയും OML കൂടി പ്രവർത്തിച്ചും ദൈവം അദ്ദേഹത്തെ മാനിച്ചു. ഒരു വിദേശ വനിതയെ വിവാഹം കഴിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. ധാരാളം ഫണ്ട്സുകൾ വന്നു തുടങ്ങി. പിന്നത്തേതിൽ ആ ഫണ്ട്സ് നിലനിർത്തേണ്ടതിനു വേണ്ടി അദ്ദേഹം കാണിച്ച
ആ കുറുക്ക് വഴിയാണ് ഒരു എപ്പിസ്കോപ്പൽ സഭ താൻ പണിത് ഉയർത്തി. അതിൻ്റെ സ്വയം മെത്രാനായിട്ട് പേര് മാറ്റിക്കൊണ്ട് മെത്രാപോലിത്തയായിട്ട് താൻ അവരോധിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ വളരെ ദുഃഖത്തോടെ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ദാരുണമായ അന്ത്യം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അടക്കം ഇതേവരെ നടന്നിട്ടില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനവാന് കിട്ടിയതുപോലെയുള്ള ഒരു വലിയ അടക്കം അമേരിക്കയിലും കേരളത്തിലും അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിൻ്റെ അനുയായികളും അതേപോലെ കുപ്പായങ്ങളും അംശവടികളും എല്ലാം പിടിച്ച് ഇവിടെ കാത്തിരിക്കുകയാണ്. അതെ, നാം ഓർക്കണം, അദ്ദേഹത്തിൻ്റെ മകൻ, അതേപോലെ അദ്ദേഹത്തിൻ്റെ മരുമകൻ, കേരളത്തിൽ അത് ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന പി.ഡി. ജോൺസൺ എന്ന് പറയുന്ന ആ വലിയ കർത്തൃദാസന്റെ മകനെയാണ് അദ്ദേഹത്തിന് മരുമകനായിട്ട് ലഭിക്കാനും ഇടയായി തീർന്നത്. ഈ തലമുറകളെയെല്ലാം വഴിതെറ്റിക്കുകയല്ലയോ ചെയ്തത്? അതേപോലെ തന്നെ അനേക പുരോഹിത ശ്രേഷ്ഠന്മാരെന്ന് അഭിമാനിച്ചുകൊണ്ട് ഇനി അടുത്ത തിരുമേനിയെ വാഴിക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അപ്പോൾ ആ ഹിസ്കിയാവിൻ്റെ സ്വഭാവവും മനശ്ശെയുടെ സ്വഭാവവും ഒരുപോലെ കുടികൊണ്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീർന്നുപോയി ഈ KP യോഹന്നാൻ എന്ന ആ വ്യക്തിത്വം. അതെ, ഒരു കാലത്ത് അനേക ത്യാഗപൂർണമായി അദ്ദേഹം ഒരു സൈക്കിളിൽ നടന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവഭൃത്യനാണ്. ഇത് എന്തിന് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതാണ്. അനേക സഭാ നേതാക്കന്മാർ ഓർക്കേണ്ടതാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് ദൈവമുൻപാകെ നീതിയോടെ നാം നിവർത്തിക്കുമെങ്കിൽ നിത്യത നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയും. എനിക്ക് തോന്നുന്നത് തിരുവല്ലയുടെ പ്രദേശങ്ങളിലല്ല, ഇനി കേരളത്തിൽ തന്നെ 1 സെന്റ് ഭൂമി പോലും വാങ്ങിക്കരുത് എന്നുള്ളതായ അന്ത്യ ശാസനം രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്നും മറ്റും അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് ഉണ്ട്. ഏതാണ്ട് 2000-ലധികം ഏക്കറുകൾ സ്ഥലത്ത് പല കാര്യങ്ങൾ, ഹോസ്പിറ്റലുകൾ, മറ്റ് ചർച്ചസുകളൊക്കെ പണിതിട്ടുണ്ട്. പലതും ഗവൺമെന്റ് കൈകേറുവാൻ നോക്കിയപ്പോൾ അദ്ദേഹം മറ്റു ചില കുറുക്ക് വഴികൾ നടത്തി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മറ്റു ചില ഇടങ്ങളിലേക്ക് എടുത്തിയാടിക്കൊണ്ട് മറ്റ് ചിലർക്ക് പിന്തുണ കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ പോലും ആ സഭയുടെ പ്രഖ്യാപനം നമുക്ക് കാണുവാൻ ഇടയായി തീർന്നത്. അതെ, ഓർക്കുക, ദൈവം കൈവിട്ടാൽ എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും താളടിയായി തീരും എന്നുള്ളതായ കാര്യം നാം മറന്നു പോകാതെ, വിസ്മരിക്കാതെ, ഭയത്തോടെ അതെ നാം ചെയ്യുന്ന പണി നിലനിൽക്കുമോ, നിത്യതയിൽ നിലനിൽക്കുമോ എന്ന് നമുക്ക് ശോധന ചെയ്തുകൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറപടിയായി ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ, പരിശുദ്ധാത്മാവേ. അഭിഷേകാഗ്നിയായി പറന്നിറങ്ങിയിടുന്ന പരിശുദ്ധാത്മാവേ,